ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ MRK ആർട്ട് വേൾഡ്. ഇന്ന് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകാൻ പോകാന്ന്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, കണ്ടിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ് ഒരു പിങ്ക് തോട്. ഇന്ന് ഞങ്ങൾ അവിടേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നും അവിടെ എന്തൊക്കെ കാണാനുള്ളതെന്നൊക്കെയാണ് ഞങ്ങൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ ഈ പൂവ് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ കുറേ ആൾക്കാർ വന്നിക്ക്. റോഡുമ്മലൊക്കെ ഫുള്ള് വണ്ടി നിർത്തിയിട്ടാണ്. നമ്മളിപ്പം നിൽക്കുന്നത് വിശാലമായ ആവളപ്പാണ്ടിയിലാണ്. ഇതിൻ്റെ നടുക്കൂടി ഈ പിങ്ക് നിറത്തിൽ കിലോമീറ്ററുകളോളം ഒഴുകുന്ന ഒരു തോടിൻ്റെ വിശേഷമായിട്ടാണ് ഇയാൾ ഇന്ന് വന്നത്. ഇന്ന് കേരളം മുഴുവൻ ചർച്ചാ വിഷയം. നിരവധി സഞ്ചാരികൾ വരുന്ന ഒരു തോടാണിത്. നമുക്ക് ഇതിൻ്റെ കരയിൽ കൂടി ഒരു സഞ്ചാരം നടത്തും. മുള്ളംപായല അറിയുന്ന ഒരു ചെടിയാണ് ഇവിടെ പൂത്തത്. ഇത് കാണാൻ നല്ല രസമാണ്, പക്ഷെങ്കിൽ ഇത് ജലാശയങ്ങൾക്കൊക്കെ ദോഷമാണ്. ഇതിൻ്റെ അകത്ത് വളരുന്ന മീനിനും മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ ഇത് ദോഷമാണ്. രാവിലെ 11 മണി മുതൽ ഒരു 4 മണി വരെയാണ് ഇതിവിടെ കാണാൻ പറ്റുന്നത്. 11 മണിക്ക് വിരിഞ്ഞിട്ട് ഇത് 4 മണിക്ക് പോട്ടും. 4 മണിക്ക് ശേഷം വന്നിട്ട് കാര്യമല്ല, ഇത് കാണാൻ പറ്റൂല. പിങ്കും വയലറ്റും കലർന്ന കുഞ്ഞി പൂക്കളാണ് ഇതിൽ വിരിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഇലകൾക്ക് മുള്ളിൻ്റെ ഷേപ്പുള്ളത് കൊണ്ടാണ് ഇതിനെ മുള്ളംപായൽ എന്ന് വിളിക്കുന്നത്. ഇവിടെ മുള്ളംപായലിൻ്റെ പൂക്കൾ മാത്രമല്ല, നിറച്ചും വെള്ള ആമ്പലുകളും ഉണ്ട്. നിറച്ചും അങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നമുക്ക് കാണാനൊക്കെ നല്ല സുഖമാണ്. മുള്ളംപായലിൻ്റെ പൂക്കളും ആമ്പലും ഒക്കെ ആയിട്ട് നല്ല സ്ഥലമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പിങ്ക് തോടൊക്കെ കണ്ട് തിരിച്ച് വന്ന് അടിപൊളി സ്ഥലമൊക്കെ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല പിങ്ക് കളറിൽ കിലോമീറ്ററുകളോളം ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.